ആദ്യ അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. മന്നടി എന്ന് പറഞ്ഞ നമ്മുടെ തമിഴിൽ നിന്ന് പുറത്തുവരാൻ പോകുന്ന സുരൈ സിനിമയുടെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് നാളെ വൈകുന്നേരം 5 മണിക്ക് വരാൻ പോവുകയാണ്. പുതിയ പോസ്റ്ററിൽ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. സുരൈ അതുപോലെ തന്നെ സത്യരാജൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങൾ. ജി.വി. പ്രകാശ് ആണ് സിനിമയിലെ മ്യൂസിക് സംവിധാനം ചെയ്യാൻ പോകുന്നത്. വെട്രിമാരൻ AD എന്ന സിനിമയുടെ സംവിധായകനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. മതിമാരൻ എന്തായാലും കാത്തിരിക്കാം. നമുക്ക് പടം തിയേറ്റർ റിലീസ് എന്തായാലും ഈ വരുന്ന ഓഗസ്റ്റിനാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് തെലുങ്കൻ നാട്. നമ്മുടെ നാടി അഭിനയിച്ച തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന സിനിമയാണ് പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ തിയേറ്റർ റിലീസ് വീണ്ടും പോസ്റ്റ്പോണ്ട് ചെയ്യും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 21 നിലവിലെ ഇനീഷ്യൽ തിയേറ്റർ റിലീസ് ഡേറ്റ്. അത് നേരെ ദസറയിലോട്ട് മാറും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ദസറ പ്രമാണിച്ചൊരു തിയേറ്റർ റിലീസ്. പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കാരണമാണ് പടത്തിന്റെ തിയേറ്റർ റിലീസ് ഡിലേ ആകുന്നത് എന്ന് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ നാണിയോടെ ദ പാരഡൈസ് എന്ന സിനിമ. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയും കൂടി ആയിരുന്നു. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. നമ്മുടെ STRന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന തമിഴ് സിനിമയാണ് STR 51. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കിടിലൻ അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ AGS ആണ് സിനിമ പ്രൊഡക്ഷൻ ഹൗസ്. നല്ല ഗംഭീരമായ പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ്. അശ്വനാഥ് മാരിമുത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷമാണ് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിലവിൽ നമ്മുടെ STRന് അറസൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട് നിലവിൽ. ആ ഒരു സിനിമ മാത്രമല്ല, അതിനുശേഷം STRന്റെ അടുത്ത സിനിമയായ 49 സിനിമയുടെയും ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ ആ ഒരു സിനിമയുടെ കമ്മിറ്റ്മെന്റിന് ശേഷമായിരിക്കും STR 51 പോകത്തുള്ളൂ നിലവില്. അടുത്ത അപ്ഡേറ്റ് ഖലീഫ എന്ന സിനിമ തന്നെയാണ്. പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. വൈശാഖാണ് സിനിമ സംവിധാനം. ജെയ്ക്സ് വിജയ് ആണ് മ്യൂസിക്. ഇന്ദ്രൻസ്, പൃഥ്വിരാജ്, ലാലേട്ടൻ എന്നിവരൊക്കെയാണ് പടത്തിലെ കാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. പടത്തിന്റെ കേരളത്തിലെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഷെഡ്യൂൾ അവസാനിച്ചിട്ടുണ്ട് നിലവില്. എന്തായാലും പടം നമ്മുടെ ഓഗസ്റ്റ് മാസം 20 തന്നെ തിയേറ്റർ റിലീസ് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് പെട്ടെന്ന് അവസാനിക്കുന്നുണ്ട്. എന്തായാലും അയാം ഗെയിം ഖലീഫ ക്ലാഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് കൂടെ തന്നെയായിട്ട് നമ്മുടെ നിവിൻ പോളിയുടെ റൊമാൻറ്റിക് ജേണറായ ബെത്ലഹേം കുടുംബ യൂണിറ്റും വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് വീണ്ടും തമിഴിലോട്ട് പോവുകയാണ്. മകുടം എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ ടീസർ നാളെ രാവിലെയാണോ രാത്രിയാണോ എന്ന് അറിയത്തില്ല, നാളെ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പുതിയ പോസ്റ്ററിൽ. എന്തായാലും വിശാല, ദസറ വിജയൻ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങൾ. ജി.വി. പ്രകാശ് ആണ് സിനിമയിലെ മ്യൂസിക്. നമ്മുടെ തുപ്പരിവാലൻ എന്ന സിനിമയിൽ സെക്കൻഡ് പാർട്ടിന്റെ സംവിധായകനാണ് നമ്മുടെ മകുടം എന്ന സിനിമ എടുക്കുന്നത്. എന്തായാലും പടം തിയേറ്റർ റിലീസ് ജൂലൈ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് മകുടം സിനിമയുടെ ടീസറിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. നമ്മുടെ രവി മോഹന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കറാത്തി ബാബു എന്ന സിനിമ. പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് ആണ് മേടിച്ചതെന്ന് കൺഫേം ആയിരിക്കുകയാണ്. സോണി മ്യൂസിക് സൗത്ത് ആണ് മേടിച്ചത്. രവി മോഹൻ, ശക്തി, നാസർ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങൾ സിനിമയില്. മ്യൂസിക് സാം SC ആണ് ചെയ്യുന്നത്. കൈദി സിനിമയുടെ മ്യൂസിക് സംവിധായകന്. ഗണേഷ് K. ബാബു ആണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. നമ്മുടെ കെവിൻ നായകനായ ഡാഡ സിനിമയുടെ സംവിധായകനാണ്. എന്തായാലും പടത്തിന്റെ തിയേറ്റർ റിലീസ് ഡേറ്റ് നമുക്ക് ഉടൻ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. തമിഴിൽ നിന്ന് പുറത്തുവരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഭാഗത്ത് 2 ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പോസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നിഖില വിമലിന്റെ ക്യാരക്ടർ, ദീപ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത് മാത്രം വിജയ് രാഘവന്റെ പോസ്റ്ററും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആര്യ, മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങൾ. അജയ്നാഥ് ലോകനാഥ് ആണ് സിനിമയുടെ മ്യൂസിക് സംവിധായകൻ. മുരളി ഗോപിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. JN കൃഷ്ണകുമാർ ആണ് സിനിമയുടെ സംവിധായകൻ. സിനിമ ജൂൺ 25 തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് കാർത്തിയുടെ 30ാമത്തെ സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ ഹൈദരാബാദിൽ നടക്കുന്നുണ്ട്. ജൂൺ 4 മുതലാണ് പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. എന്തായാലും പടത്തിന് ഇനിയും 20 ദിവസത്തെ ഷൂട്ടിംഗ് ബാക്കിയുണ്ട് നിലവിലെ ഷെഡ്യൂൾ അവസാനിക്കാനായിട്ട്. കാർത്തി അതുപോലെ തന്നെ മീനാക്ഷി എന്നിവരൊക്കെയാണ് പടത്തിന്റെ നിലവിലെ ഷെഡ്യൂളിൽ കാണാൻ സാധിക്കുന്ന ഹൈദരാബാദിലായിട്ട്. എന്തായാലും നമ്മുടെ കാർത്തിയോട് വരാൻ പോകുന്ന നല്ലൊരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ തന്നെയാണ് കാർത്തിയുടെ 30ാമത്തെ സിനിമ. കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. നമ്മൾ ഡ്യൂഡ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചൊരു പ്ലാനിങ് നടക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ ഡയറക്ടറായ കീർത്തിശ്വരൻ പറഞ്ഞിരിക്കുന്നത് നിലവിൽ അദ്ദേഹം ചെറിയ രീതിയിൽ ഒരു സീക്വൽ ഐഡിയ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല പ്രദീപ് രംഗനാഥനാണെങ്കിലും അദ്ദേഹത്തിനും ഒരു ഐഡിയ ഉണ്ട് ഡ്യൂഡ് എന്ന സിനിമ സെക്കൻഡ് പാർട്ടിനായിട്ട്. എന്തായാലും ഡ്യൂഡ് എന്ന സിനിമയിൽ സെക്കൻഡ് പാർട്ട് ഉടൻ വരുമെന്ന രീതിയിൽ ഒരു ക്ലൂ തന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഡയറക്ടർ നമ്മുടെ ഡ്യൂഡ് സിനിമയുടെ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് അനൗൺസ്മെന്റിനായിട്ട്. എന്തായാലും ഉടൻ വരുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. കൂടുതൽ സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.